എടി ചിഞ്ചു, നമ്മൾ ഒരുമിച്ച് കടയിലൊക്കെ പോയിട്ട് ഒരുപാട് നാളായല്ലോടി. നീ എന്റെ കൂട്ടുകാരായിട്ട് ഇങ്ങോട്ടൊന്നും വരാൻ തോന്നുന്നില്ല. ഇപ്പൊ വെക്കേഷൻ ടൈം ഇല്ലേ, അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ നിന്റെ വീട്ടിലോട്ട് 2 ദിവസത്തേക്ക് വന്നത്. എന്താണ് ഈ സൗണ്ട് കേട്ടത്? എടി എന്നിട്ട് താഴെ വീണ് തടിപ്പണമായ സൗണ്ട് അല്ല കേട്ടത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കിയാലോ? അതുകൊണ്ട് അവിടെ പുകയൊക്കെ കാണുന്നത്. ശരിയാ, പുകയുണ്ട്. വാ പെട്ടെന്ന് വാ. നീ ഇങ്ങോട്ട് മാറിക്ക് വേണമെങ്കിൽ. ഹലോ ഹലോ ആന്റി, അവിടെ ഫോൺ കൊടുത്തേ. എന്നാലും ഇതൊരു 1.5 വീഴ്ച ആയിപ്പോയല്ലോ. ഒരു പൊടി പോലും ഇല്ല. ഇപ്പൊ എന്റെ പേര് കുറച്ച് കുറഞ്ഞ്. ഇതൊന്ന് നോക്കിയല്ലോ സംഭവത്തോലോ. അവള് പറഞ്ഞാലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ആദ്യമായിട്ട് കാണുമല്ലേ. പെട്ടെന്ന് അങ്ങ് പോയാലെങ്ങനെ? ഇതൊക്കെ ഒന്ന് നോക്കി കാണാം. എനിക്ക് നീ പെട്ടെന്ന് ഇങ്ങോട്ട് വാടി, വലുതാമ്പാറയിലോട്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ തകർന്ന് കിടക്കുന്നത്. ഞങ്ങൾ സൗണ്ട് കേട്ടായിരുന്നു, ഹെലികോപ്റ്റർ വീഴുന്ന സൗണ്ട്. പെട്ടെന്ന് കാണാമെങ്കിൽ രണ്ടോട്ട് വാ. കൂട്ടുകാർ നീ ഇവിടെ വാ. വലുതാമ്പാറ പെട്ടെന്ന് വാ. നിനക്ക് തോന്നിയതായിരിക്കും. നീ അവിടെ മര്യാദയ്ക്ക് നോക്ക്. നീ കുറച്ചുമ്പേ പറഞ്ഞില്ലേ നിനക്ക് പേടിയാന്ന്. സാറേ, ഇത് നടന്നിട്ട് കുറച്ചു നേരം ആയതേ ഉള്ളൂ തോന്നുന്നു. ചെറുതായിട്ട് പുകയൊക്കെ വരുന്നുണ്ടല്ലോ. ഇവിടെ പക്ഷെ ഒരൊറ്റ മനുഷ്യനെ കാണാനില്ല. എല്ലാരും ചാമ്പലായി കാണും. സാറേ, ഇവിടെ പക്ഷെ ഒരു കാൽപ്പാട് കാണുന്നുണ്ട്. 2-3 പേര് ഓടിപ്പോയതിന്റെ കാൽപ്പാട്. പക്ഷെ കാൽപ്പാട് വന്നേക്കുന്നത് ക്രോസ് ചെയ്ത സാധാരണ മനുഷ്യൻ നടക്കുന്ന പോലത്തെ കാൽപ്പാടല്ല ഇത്. ഇതിന്ന് ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടോ നമുക്ക് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ ഇത് പൊട്ടിത്തെറിച്ചപ്പോൾ ആരെങ്കിലും ഇറങ്ങി ഓടി കാണുമായിരിക്കും. എന്തായാലും നമുക്ക് വിശദമായിട്ട് അന്വേഷിക്കാം. അമ്മയും കുട്ടുമനെ ഇങ്ങനെയും കൂടെ വിളിച്ചേക്കുവാ. അവിടെ ഈ ഹെലികോപ്റ്റർ തകർന്നു വീണത് കാണാനെന്ന് പറഞ്ഞിട്ട്. സത്യമാണോടി പറഞ്ഞത്? അമ്മ ഇനി വടങ്ങാനും പറമ്പിലൊന്ന് കളിക്കാൻ വേണ്ടിട്ട് വെറുതെ കള്ളം പറഞ്ഞ് വിളിച്ചായിരിക്കും ഇവരെ. അതും ശരിയാ. പിള്ളേർ എത്തിയല്ലോ. ഇതാരാ? എന്റെ ദൈവമേ, അത് കണ്ടിട്ടൊന്ന് ഷോക്കായി കാണുമായിരിക്കും. എന്താ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നില്ല? അതൊന്നും വേണ്ടി ഞാൻ ആദ്യം കുറച്ച് വെള്ളം കളിച്ച് നോക്കുക. കുട്ടി എഴുന്നേക്കോ അറിയാലോ. ശരി അമ്മ, ഞാൻ വെള്ളം എടുത്തോട്ടെ. നിങ്ങളിപ്പോ ഹെലികോപ്റ്ററിന്റെ കാര്യം പറഞ്ഞത് സത്യമായിരുന്നോ? എന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? പിന്നെ ഹെലികോപ്റ്റർ തകർന്നു വീണാ പിന്നൊന്നും പറ്റത്തില്ലേ അമ്മേ? എല്ലാരും സാമ്പിളായി തോന്നുന്നതാണ് അമ്മേ. കുടഞ്ഞോ? ശരിക്കും കുടയേണ്ടി വെള്ളം. മോളെ എഴുന്നേറ്റേ മോളെ. മോക്ക് ഏതായാലും ബോധം വീണല്ലോ. മോക്കിപ്പോ
തലകറക്കുണ്ടായില്ല. ഇനി ഉടനെ മോള് പോകണ്ട, 2 ദിവസം ഇവിടെ നിന്നിട്ട് പോയാൽ മതി. കാരണം പോകുന്ന വഴിക്കാൻ തലകറങ്ങി വീണാലോ. ആ അത് ശരി ശാരദ, ഇപ്പഴും വിടണ്ട കുട്ടിയെ. ശരിയാടി, 2 ദിവസം നീ ഇവിടെ നിന്നിട്ട് പോയാൽ മതി. എനിക്ക് നല്ല ഉറക്കക്ഷീണമുണ്ട്, ഞാൻ കൊണ്ടുവന്ന് ഉറങ്ങാൻ പോവാ. ചിലപ്പോൾ ആ തല ചുറ്റിയതിൻ്റെ പ്രശ്നമായിരിക്കും. മോളെന്നാൽ കുറച്ച് റെസ്റ്റ് എടുക്ക്, അപ്പോഴത്തേക്ക് നോർമൽ ആയിക്കോളും കേട്ടോ. ഒരു മണിക്കൂറെങ്കിലും ഉറങ്ങ്. ആ, ശരി ആന്റി. ഞങ്ങൾ റൂമിൽ വാ, ഞങ്ങൾ റൂം കാണിച്ചു തരാം. ശരിയാ, വാടി. പക്ഷെ എന്നാലും ആ ഹെലികോപ്റ്റർ വീണതേ ഞാൻ വാർത്ത വെച്ച് നോക്കിയതുമില്ല. പക്ഷെ എന്നാലും കഷ്ടം തന്നെ, ഒരാൾ പോലും രക്ഷപ്പെട്ടില്ലല്ലോ. പിള്ളേർ ഹെലികോപ്റ്ററിന്റെ വാർത്തയൊന്നും കാണിക്കുന്നുണ്ടോ? ഉണ്ടമ്മേ, അത് ഒറ്റ മനുഷ്യൻ രക്ഷപ്പെട്ടില്ല. ഞങ്ങൾക്ക് കണ്ടപ്പോഴേ മനസ്സിലായില്ലേ, മൊത്തം ചാമ്പല. ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ. അമ്മ ചിന്നി ചേച്ചി ഇതുവരെ എഴുതിയിട്ടില്ലമ്മേ, ഉറക്കം അമ്മേ. അയ്യോ, ചിഞ്ചു ഇതുവരെ ഉണർന്നില്ലേ? ഉച്ചയ്ക്ക് വന്നപ്പോൾ ഉറക്കം തുടങ്ങിയില്ലയോ? എത്ര മണിയായിരുന്നു നിങ്ങൾ വന്നപ്പോൾ? 2:30 ആയില്ലായിരുന്നു ഉച്ചയ്ക്ക്. ഇപ്പൊ സമയം എത്ര? രാത്രി 9 മണിയായി. അയ്യോ, ഇതുവരെ അതൊന്നും കഴിക്കാൻ നടന്ന് ഉറങ്ങില്ലയോ? പിള്ളേരെ പോയി വിളിച്ചോണ്ട് വാ, കുട്ടുമ്പഞ്ചത്ത് വിളിച്ചോണ്ട് വാ, ചേച്ചി ചേച്ചി വിളിച്ചോണ്ട് വാ. ചിഞ്ചി ചേച്ചിയോട് പറയണേ കഴിക്കാൻ ഇറങ്ങി വരാൻ പറ. പാവം, അത് ഇതുവരെ ഒന്നും കഴിക്കാൻ നടന്ന് ഉറങ്ങുമായിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഓർത്തൊന്നുമില്ല. വിശക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ആരുടെയും കഴുത്ത് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. എന്താ എഴുന്നേറ്റതാ? ഞാൻ എഴുന്നേറ്റാലും ഇരുന്നാലും ഞാൻ ആരാന്നറിയാവോ നിനക്ക്? ഞാനാണ് സോപ്പി. സോംബി, നിനക്കൊക്കെ വിശക്കുന്ന തരാം. വിശക്കുന്ന സോംബി. എന്ത് പാടാ കുട്ടുമ്പനെ നിനക്ക്? ചുമ്മാ പേടിച്ച് ഓടിയൊക്കെ ഒന്നില്ല. എന്താ കാര്യം? എന്താ എന്താ അമ്മടി? സോംബി എന്നൊക്കെ മാമാ നോക്കാം. ഇപ്പം വെറുതെ കള്ളം പറഞ്ഞ് എനിക്ക് തോന്നുന്നു. കുട്ടുമ്പനെ കള്ളം വല്ലാക്കി നിന്നെ അടിച്ച് ശരിയാക്കും കേട്ടോ. മധു, നിങ്ങളുടെ വീട്ടിൽ തന്നെയാണോ സോംബി ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയത്? അതെ സാർ, എന്റെ ഈ വീട്ടിൽ തന്നെ സോംബിയുടെ സാന്നിധ്യം അറിയുന്നത്. ഇവിടെ തന്നെ കാണും സോംബി. ശാരദേ, മക്കളെ, കുട്ടുവാൻ ഇരിക്കണേ. ആരും കാണുന്നില്ലോ. ആരും ഇല്ല ഇവിടെ. ബാക്കി മുറികളിലൊക്കെ നമുക്ക് നോക്കാം. ഇതെന്താ ഈ മോളെന്തെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുന്നേ? എന്ത് പറ്റി ചേച്ചി മോളെ? എനിക്ക് ദാഹിക്കുന്നു. ആരെങ്കിലും കഴുത്ത് ഇവിടെ കൊണ്ടുവാ. കഴുത്ത് വേണം. മിക്കാറും അവനാണെങ്കിലേ ആ ചാമ്പലായിരുന്നു സോംബിയായിട്ട് മാറിക്കാണും. അവന്റെ ആത്മാവല്ല കയറിയത് ഇവിടെ നേരത്ത്. അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് മോളെ. സോംബി സോംബി എന്ന് പറയുന്നെങ്കിൽ അവള് ദേഷ്യപ്പെട്ടിരിക്കുന്നത്. ഇവിടെ സോംബി നമ്മൾ കാണുന്നില്ലല്ലോ. എടി, സോംബി ആയിട്ടല്ലേ അവള് നമ്മളെ കഴുത്ത് വെച്ചത്. കഴുത്ത് കടിച്ചു അവളെ ദാഹം മാറ്റാൻ വേണ്ടി. അയ്യോ വേണ്ട, ശരിക്കും സോംബി. ഫയർ! അയ്യോ ചേട്ടാ, ചേട്ടൻ എനിക്ക് വിളിക്കാൻ പോലും പറ്റിയില്ല. നിങ്ങൾ അറിഞ്ഞു ഇവിടെ എത്തി? എടി, എന്റെ വീട്ടിൽ എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അറിയാതിരിക്കുവോ? അങ്ങനെ എനിക്ക് ഇൻഫർമേഷൻ ഒക്കെ കിട്ടി. അങ്ങനെ ഞാൻ ഇവരെ വിളിച്ചിട്ട് വന്നത്. ഇവിടെ സോംബി ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയാൻ പറ്റി. ഈ സോംബിക്ക് ആ ഹെലികോപ്റ്ററിനകത്ത് വന്നതാ. വീണവരൊക്കെ ചാമ്പലായില്ലേ, അവരൊക്കെ സോംബിയുമായിട്ട് മാറി. ഞങ്ങൾ ഓൾമോസ്റ്റ് എല്ലാത്തിനെയും വക വരുത്തിയടി. വേറെ സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു, അതിനൊക്കെ വക വരുത്തി. പിന്നെ പക്ഷെ ഇവിടെ വന്നെന്നുള്ള കാര്യങ്ങൾ പിന്നെ ഞങ്ങൾ അറിയുന്നത്. എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടല്ലോ.